നമസ്കാരം. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ബി.ജെ.പിയുടെ തകർപ്പൻ പ്രകടനങ്ങൾ ഇപ്പോൾ സംസ്ഥാനത്തിലും അങ്ങ് കേന്ദ്രത്തിലുമൊക്കെ നടക്കുന്നുണ്ട്. ഇതിനിടയിൽ കോൺഗ്രസിലുള്ളതും LDF-ലുള്ളതുമായ പല പ്രമുഖ നേതാക്കളും ഇതിനോടകം തന്നെ ബി.ജെ.പിയിൽ ചേർന്നിട്ടുമുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വികസന പദ്ധതികളിൽ ആകർഷിതരായിട്ട് തന്നെയാണ് ഈ നേതാക്കളൊക്കെ ബി.ജെ.പിയിൽ ചേർന്നത് എന്നത് വ്യക്തം. ഇതൊക്കെ തന്നെയാണ് ഇക്കഴിഞ്ഞ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിലും നമ്മൾ കണ്ടത്. ഇതിനൊക്കെ ഒടുവിൽ ഇപ്പോഴിതാ പല നേതാക്കളെയും ഞെട്ടിച്ചുകൊണ്ട് ഇപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടത്തിയാൽ ബി.ജെ.പിക്ക് മികച്ച വിജയം നേടാനാകുമെന്ന റിപ്പോർട്ടുകൾ പുറത്തുവന്നു. തെരഞ്ഞെടുപ്പ് സർവേ റിപ്പോർട്ടിലാണ് ഇത് പറയുന്നത്. ആകെയുള്ള 543 അംഗ ലോക്സഭയിൽ 343 സീറ്റുകളും NDA നേടുമെന്നാണ് സർവേയിൽ പറയുന്നത്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 232 സീറ്റുകൾ നേടിയ ഇന്ത്യ സഖ്യത്തിന് 188 സീറ്റുകൾ മാത്രമേ ലഭിക്കൂ. എല്ലാ ലോക്സഭാ മണ്ഡലങ്ങളിലെ 1 ലക്ഷത്തിൽ പരം വ്യക്തികളിലാണ് സർവേ നടത്തിയത്. 272 ലോക്സഭയിൽ കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. 2024 292 സീറ്റ് നേടിയാണ് NDA അധികാരത്തിലെത്തിയത്. ബി.ജെ.പിക്ക് ഒറ്റയ്ക്ക് കേവല ഭൂരിപക്ഷം ലഭിക്കാതിരുന്ന സാഹചര്യത്തിൽ സഖ്യകക്ഷികളായ JDU-വും TDP-യും പിടിച്ച സീറ്റുകളാണ് നിർണായകമായത്. ഇപ്പോൾ വോട്ടെടുപ്പ് നടന്നാൽ NDA-യുടെ വോട്ട് വിഹിതം 3% വർദ്ധിച്ച് 47 ഉയരും. ഇന്ത്യ ബ്ലോക്കിനെ സംബന്ധിച്ചിടത്തോളം വോട്ട് വിഹിതത്തിൽ വെറും 1% വർധനവ് മാത്രമേ ഉണ്ടാകൂ. ഇത് വോട്ടെടുപ്പ് നടന്നാൽ ബി.ജെ.പിക്ക് മാത്രം 281 സീറ്റുകൾ ലഭിക്കുമെന്ന് സർവേ പ്രവചിക്കുന്നു. ബി.ജെ.പിക്ക് മാത്രമായി 41% വോട്ട് ലഭിക്കും. വോട്ട് വിഹിതത്തിൽ 3% വർധനവാണ് ബി.ജെ.പിക്ക് ഉണ്ടാവുക. കോൺഗ്രസ് അതിന്റെ അടിസ്ഥാന പ്രശ്നം പരിഹരിക്കുന്നില്ല എന്നതാണ് പ്രശ്നമെന്ന് രാഷ്ട്രീയ വിദഗ്ധ യാമിനി അയ്യർ ചൂണ്ടിക്കാട്ടി. കോൺഗ്രസിന്റെ അടിസ്ഥാന പ്രശ്നം സംഘടനാ ഘടനയാണ്. അതില്ലാതെ ഒന്നും ചലിക്കില്ലെന്നും അവർ പറഞ്ഞു. കഴിഞ്ഞ തവണ 400 സീറ്റ് എന്ന മുദ്രാവാക്യം ഉയർത്തിയാണ് ബി.ജെ.പി വോട്ടെടുപ്പിനെ നേരിട്ടത്. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ മുന്നേറ്റം പിന്നീട് കോൺഗ്രസിനോ ഇന്ത്യ സഖ്യത്തിനോ നിലനിർത്താനായില്ല. ലോക്സഭാ തെരഞ്ഞെടുപ്പിന് 6 മാസത്തിനു ശേഷം മഹാരാഷ്ട്ര, ഹരിയാന, ദില്ലി എന്നിവിടങ്ങളിൽ തുടർച്ചയായ തെരഞ്ഞെടുപ്പ് വിജയങ്ങൾ നേടി ബി.ജെ.പി സ്വാധീനം തിരിച്ചുപിടിച്ചു. ജമ്മു കശ്മീരിൽ അധികാരം ലഭിച്ചത് മാത്രമാണ് ഇന്ത്യ സഖ്യത്തിന് ആശ്വസിക്കാനുള്ളത്. കൂടാതെ ഈ റിപ്പോർട്ടുകൾ കണ്ട് പ്രതിപക്ഷത്തിന്റെ പപ്പുമോന്റെ വരെ കിളി പോയെന്നാണ് വിവരം. അതേസമയം സംസ്ഥാനത്തെ ആകെയുള്ള 20 സീറ്റിൽ 18 സീറ്റിലും UDF തന്നെയായിരിക്കും വിജയിക്കുക എന്നും ഈ സർവേ പറയുന്നുണ്ട്. ബാക്കിയുള്ള ഓരോ സീറ്റിലും LDF-ഉം NDA-യും വിജയിക്കുമെന്നും സർവേ പറയുന്നു. എന്നാൽ ബി.ജെ.പിയുടെ വോട്ട് വിഹിതത്തിൽ വലിയ വർധനവാണ് സർവേ പ്രവചിക്കുന്നത്. പരമ്പരാഗതമായി ദ്വികക്ഷി രാഷ്ട്രീയം നിലനിൽക്കുന്ന കേരളത്തിൽ 3ാം ബദലായി ബി.ജെ.പി ഉയർന്നു വരികയാണെന്നാണ് അഭിപ്രായ സർവേയുടെ വിലയിരുത്തൽ. LDF-ന്റെ വോട്ട് വിഹിതത്തിൽ ഇടിവുണ്ടാകും. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിക്ക് ലഭിച്ചത് 17% വോട്ടായിരുന്നു. ഇത് 7% വർദ്ധിച്ച് 24%ത്തിലേക്ക് എത്തും. LDF-ന് 32% വോട്ടായിരുന്നു 6 മാസം മുൻപ് നടന്ന തെരഞ്ഞെടുപ്പിൽ ലഭിച്ചത്. എന്നാൽ ഇത് 2% കുറഞ്ഞ് 30%ത്തിൽ എത്തും. UDF-ന് ലഭിച്ച 43% വോട്ട് 1% കുറഞ്ഞ് 42%ത്തിലും എത്തും. കൂടാതെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം തങ്ങളുടെ സ്ഥാനം നിലനിർത്തിയപ്പോൾ ലോക്സഭയിൽ കോൺഗ്രസ് പാർട്ടി താരതമ്യേന മികച്ച പ്രകടനം കാഴ്ചവെച്ച് ചുരുക്കം ചില സംസ്ഥാനങ്ങൾ ഒന്നാണ് കേരളമെന്നും വിലയിരുത്തലുകൾ ഉണ്ട്. കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ ഒരു മാറ്റത്തിലാണെങ്കിലും അത് നിയന്ത്രിക്കപ്പെടുമെന്നും ഇപ്പോഴും ഇടതുപക്ഷത്തിന് അനുകൂലമാണെന്നും രാഷ്ട്രീയ വിശകലന വിദഗ്ധ മനീഷ പ്രിയം അഭിപ്രായപ്പെട്ടു. കോൺഗ്രസ് കേഡർ ദുർബലമാണെന്നും സംസ്ഥാനത്തെ വോട്ടർമാർ വിശ്വസിക്കുന്നത്. അതേസമയം ഇടതുപക്ഷം ഇപ്പോഴും ശക്തമാണ്. കേന്ദ്രത്തിലെ കോൺഗ്രസിന്റെ മോശം പ്രകടനം സംസ്ഥാനത്ത് അതിന്റെ സാധ്യതകളെ ദോഷകരമായി ബാധിക്കുകയായിരുന്നുവെന്നും പ്രിയം പറഞ്ഞു. ശൈലജ ടീച്ചറെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുകയാണെങ്കിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ അകന്നുപോയ സ്ത്രീ OBC വോട്ടർമാരെ തിരിച്ചെത്തിക്കാമെന്നും അവർ ചൂണ്ടിക്കാട്ടി. എന്നാൽ സംസ്ഥാനത്ത് ബി.ജെ.പിയുടെ സാധ്യത തള്ളിക്കളയാനാവില്ലെന്നും റിപ്പോർട്ടുകളുണ്ട്. വെബ് ഡെസ്ക് തത്തുമൈ ന്യൂസ്. എഡ്യൂബിക്സ് ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ. ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം. ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്. തീർത്ഥയാത്ര.com. അയൺ ബിൽഡ് ഗുജറാത്ത്.